സംഭവം ഉണ്ടാകുന്നത്. ദേശീയപാതയ്ക്കായി മണ്ണിടിച്ച ഭാഗത്തുള്ള ഏക വീട് ഇപ്പോൾ അപകട ഭീഷണി നേരിടുകയാണ്. ഇതോടെ വീട്ടുകാർ വാടക വീട്ടിലേക്ക് മാറി താമസിക്കുകയാണ്. പുളിമ്പറമ്പിലെ ലിസമ്മ ശ്രീധരന്റെ ഉടമസ്ഥയിലുള്ള വീടാണ് മണ്ണിടിച്ചിലിനെ തുടർന്ന് അപകട ഭീതി നേരിടുന്നത്. പ്രദേശവാസിയായ രോഹിത് ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനോടൊപ്പം ചെയ്യുന്നുണ്ട്. ശ്രീ രോഹിത്, ഇപ്പോഴും മണ്ണിടിച്ചിൽ അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏക വീട്ടുകാരെ ഇപ്പോൾ മാറി താമസിപ്പിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകാമോ? അവിടെ നിലവില് നല്ല രീതിയിൽ മണ്ണിടിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഇപ്പം ഇന്നലെയായിരുന്നു ഗതാഗതം നിരോധിച്ചത്. അതിനു മുമ്പും മഴ വന്ന സമയത്തും ഗതാഗതം നിരോധിച്ചിരുന്നു, പൂർണ്ണമായും നിരോധിച്ചിരുന്നു. ഇന്നലെ വീണ്ടും ഗതാഗതം നിരോധിച്ചു. ഇരുചക്ര വാഹനങ്ങൾ മാത്രമാണ് അതിലെ വിടുന്നത്. പിന്നെ ഇനിയും ഇതേപോലെ മഴ തുടരുകയാണെങ്കിൽ തീർച്ചയായും നല്ല രീതിയിൽ ഇടിഞ്ഞ് റോഡ് കംപ്ലീറ്റ്ലി പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അധികൃതർ എത്രയും പെട്ടെന്ന് അതിനുവേണ്ട നടപടികൾ സ്വീകരിച്ച് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരെ അഭിപ്രായം. മഴ ഇങ്ങനെ തുടരുകയാണെങ്കിൽ തീർച്ചയായും മൊത്തം ഇടിയാനുള്ള എല്ലാ സാധ്യതയുണ്ട്. രണ്ട് ഭാഗവും നല്ല രീതിയിൽ മണ്ണ് പോയിട്ടുണ്ട്. തീർച്ചയായും ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഭാഗത്താണ് ഇപ്പോൾ മണ്ണിടിച്ചിൽ രൂക്ഷമായി തുടരുന്നത്. പൂർണ്ണമായും ഗതാഗത നിയന്ത്രണമൊക്കെ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? അധികാരികൾ എന്താണ് ഈ സംഭവത്തിൽ വ്യക്തമാക്കുന്നത്? ഇപ്പോ നിലവില് ഇന്നലെയാണ് വീണ്ടും റോഡ് അടച്ച് ടൂ വീലർ മാത്രം വിട്ട് വലിയ വാഹനങ്ങളൊന്നും വിടുന്നില്ല. അതിപ്പം ബസ് റൂട്ടാണ്, ബസ്സും ലോറിയും ഒക്കെ പോകുന്ന റൂട്ടാണ്. ഇന്നലത്തെ കനത്ത മഴയിലാണ് വീണ്ടും റോഡ് അടക്കുകയും മണ്ണിടിയാൻ സാധ്യതയുള്ളത് കൊണ്ട് വീണ്ടും റോഡ് അടക്കുകയും ചെയ്തു. 3-4 ദിവസം മുമ്പുള്ള അവസ്ഥയല്ല നിലവിൽ ഇപ്പോൾ. ഞാൻ ഇന്ന് രാവിലെ അവിടെ പോയി നോക്കിയപ്പോൾ നല്ല രീതിയിൽ വീണ്ടും മണ്ണിടിഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന വീട് നിങ്ങൾക്ക് വേറെയും ഒരു വീടും കൂടിയുണ്ട്. അവിടെ അവരെ താമസ നിലവില് മാറ്റി വേറെ വാടക വീട്ടിലാണുള്ളത്. അതിന്റെ അടിഭാഗമൊക്കെ പോയി. അവിടെ ഉണ്ടായ 2 തെങ്ങ് ഇന്ന് നോക്കുമ്പോൾ ഒരു തെങ്ങ് പൊരിഞ്ഞു വീണിട്ടുണ്ട്. അടുത്തത് ഏകദേശം പൊരിയാനുള്ള അവസ്ഥയിലായിട്ടുണ്ട്. മിക്കവാറും ആ വീടിടിയാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ അടിത്തട്ടുന്നാണ് മണ്ണ്, അടിയിൽ നിന്നാണ് മണ്ണ് പോകുന്നത്. ഒരു നല്ല രീതിയിൽ അടിഭാഗത്തുനിന്ന് മണ്ണ് നല്ല രീതിയിൽ ഒലിച്ചു പോകുന്നുണ്ട്. അവര് താൽക്കാലികമായിട്ട് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിനെ കൊണ്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായും ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യത്തിൽ മണ്ണിടിച്ചിൽ ഇപ്പോഴും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ? അതെ, ഇന്നലെ വീണ്ടും നല്ല രീതിയിൽ മണ്ണിടിഞ്ഞു. രാത്രി അവിടെ ഞാൻ ഇന്നലെ പോയ സമയത്ത് 1-2 പേര് എന്നോട് പറയുകയും ചെയ്തു നല്ല രീതിയിൽ വീണ്ടും മണ്ണിടിഞ്ഞിട്ടുണ്ട്. ഇനിയും ഇങ്ങനെ തന്നെയാണ് മഴയെങ്കിൽ ഇനിയും തീർച്ചയായും ഇടിയാനുള്ള താൽക്കാലികമായിട്ടെങ്കിലും അതിനൊരു പോഴം വഴി പിടിക്കണമെന്നാണ് ഞാൻ പറയാനുള്ളത്. താൽക്കാലികമായിട്ട് പോരാ, എന്നാലും നിലവിൽ ആ റോഡ് അടച്ചിട്ടാലിൽ എല്ലാ ബുദ്ധിമുട്ടുന്ന പുളിമ്പറമ്പ്, പട്ടും, വെള്ളിക്കേല്, പറപ്പൂൽ എല്ലാ ഭാഗത്ത് പോകുന്നവർക്കും വളരെയധികം ബുദ്ധിമുട്ടാണ്. വേറെ റൂട്ടുണ്ട്, എന്നാലും അത് ചുറ്റിത്തിരിഞ്ഞു പോകുന്ന അവസ്ഥയാണ്. അപ്പൊ ആ റോഡ് അടച്ചാല് നാട്ടുകാർക്കും അവർ വളരെ ബുദ്ധിമുട്ടാണ്. അതിനു വേണ്ടിയുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് അധികൃതർ സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മാറ്റിയിട്ടുണ്ടോ? എവിടേക്കാണ് താമസം മാറ്റിയത്? ഒരു വാടക വീട്ടിലേക്കാണ് താമസം മാറ്റിയതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അത് അവര് മണ്ണിടിയാൻ തുടങ്ങിയ സമയത്ത് തന്നെ മാറ്റിയെന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. ഒരു എവിടത്തേക്കാണ് മാറ്റിയെന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയില്ല. എനിക്ക് തോന്നുന്നത് ഇനി ആ ഭാഗം കൂടി NH അവര് ഏറ്റെടുക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. രോഹിത്, കണ്ണൂർ തളിപ്പറമ്പ് പട്ടുവം റോഡിലാണ് ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് മണ്ണിടിച്ചിൽ തുടരുന്നത്. തളിപ്പറമ്പ് പുളിമ്പറമ്പിലാണ് സംഭവം. ദേശീയപാതയ്ക്കായി മണ്ണിടിച്ച ഭാഗത്തുള്ള ഏക വീട് ഇപ്പോൾ അപകട ഭീഷണി നേരിടുകയാണ്.